ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൂലൈ മാസം 1 തീയതി ചൊവ്വ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8 അധ്യായം 23 മുതൽ 27 വരെ വചനങ്ങൾ. നമ്മുടെ ജീവിതം ഒരു കടൽ യാത്ര പോലെയാണ്. ചിലപ്പോൾ ശാന്തമായ ജലത്തിലൂടെ നാം സന്തോഷത്തോടെ സഞ്ചരിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഒരു മുന്നറിയിപ്പില്ലാതെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞു വീശാം. ആ കൊടുങ്കാറ്റിൽ നാം പേടിച്ചും പോകാം. വഞ്ചി മുങ്ങുമോ എന്ന് നമ്മൾക്ക് ഭയമുണ്ടാകാം. ഈ സാഹചര്യത്തിൽ ദൈവം എവിടെയാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് നമ്മുടെ ഹൃദയം നിലവിളിച്ചേക്കാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആഴമേറിയ സത്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കാറ്റും കടലും അവനെ അനുസരിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. ഗലീലി കടലിൽ ഒരു വഞ്ചിയിൽ യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുകയായിരുന്നു. അപ്രതീക്ഷിതമായി വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിൽ അടിച്ചു കയറി. വഞ്ചി വെള്ളം നിറഞ്ഞ് മുങ്ങുമെന്ന അവസ്ഥയിലാണ്. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിനിടയിലും യേശു വഞ്ചിയുടെ പിന്നിൽ തലയണ വെച്ച് ഗാഢ നിദ്രയിലായിരുന്നു. ഭയന്ന് വിറച്ച ശിഷ്യന്മാർ ഓടിച്ചെന്ന് യേശുവിനെ വിളിച്ചുണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു, അങ്ങ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർ ചോദിച്ചു. ഈ ചോദ്യം അവരുടെ ഹൃദയത്തിലെ ഭയവും നിസ്സഹായതയും വെളിപ്പെടുത്തി. അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, പക്ഷേ ആ നിമിഷം അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നു. യേശു ഉണർന്നു. ആദ്യം അവൻ ശാസിച്ചത് കാറ്റിനെയോ കടലിനെയോ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ ശിഷ്യന്മാരെ ആയിരുന്നു. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവരുടെ വിശ്വാസക്കുറവിനെ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ വലിയൊരു ശാന്തതയുണ്ടായി. ഇതാണ് ആ വാക്യം. കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. ഈ സംഭവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് 3 വിലയേറിയ പാഠങ്ങൾ ഉൾക്കൊള്ളാം. ഒന്നാമതായി, നിങ്ങളുടെ ജീവിത വഞ്ചിയിൽ യേശുവുണ്ട്. കൊടുങ്കാറ്റിന്റെ ഭീകരതയിൽ ശിഷ്യന്മാർ യേശുവിനെ തങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള സത്യം മറന്നുപോയി. അവരുടെ കണ്ണുകൾ തിരമാലകളിലും പേടിപ്പെടുത്തുന്ന കാറ്റിലുമായിരുന്നു. യേശു ഉറങ്ങുകയാണെന്ന് അവർ കരുതിയെങ്കിലും അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിലും ഇത് സത്യമാണ്. നിങ്ങൾ രോഗത്തിൻ്റെയോ സാമ്പത്തിക പ്രതിസന്ധിയുടെയോ കുടുംബ പ്രശ്നങ്ങളുടെയോ നടുവിലാണ്. യേശു നിങ്ങളുടെ വഞ്ചിയിലുണ്ട്. ഒരുപക്ഷെ അവൻ ഉറങ്ങുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അവൻ മൗനം പാലിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അവൻ നിങ്ങളെ ഒരു നിമിഷം പോലും ഒറ്റക്കാക്കിയിട്ടില്ല. അവൻ നിങ്ങളോടൊപ്പമുണ്ട്. രണ്ടാമതായി, ഭയമല്ല, വിശ്വാസമാണ് നിങ്ങളുടെ രക്ഷ. ശിഷ്യന്മാർക്ക് ഭയം കാരണം യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അങ്ങ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ലേ എന്ന അവരുടെ ചോദ്യം അവിശ്വാസത്തിൽ നിന്ന് ഉള്ളതായിരുന്നു. അവരുടെ ചുറ്റുമുള്ള കൊടുങ്കാറ്റിനേക്കാൾ വലിയതായിരുന്നു യേശു. എന്നാൽ അവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളെ ദൈവത്തെക്കാൾ വലുതായി കാണുമ്പോൾ ഭയം നമ്മെ കീഴടക്കും. വിശ്വാസമാണ് ഭയത്തെ ഇല്ലാതാക്കുന്നത്. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ആർക്ക് നമുക്കെതിരെ നിൽക്കുവാൻ സാധിക്കുമെന്ന പൗലോസിന്റെ വാക്കുകൾ ഓർക്കുക. പ്രതിസന്ധിയിൽ നാം ഭയക്കാതെ, യേശുവേ, എനിക്ക് വേണ്ടി നീ സംസാരിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തീർച്ചയായും ഉണർന്ന് പ്രവർത്തിക്കും. മൂന്നാമതായി, അവൻ്റെ സാന്നിധ്യം നമുക്ക് ശാന്തത നൽകും. കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ശാന്തതയുണ്ട്. ഇത് യേശുവിൻ്റെ അധികാരത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പെട്ടെന്ന് മാറ്റാൻ അവിടുന്ന് കഴിയും. ഒരുപക്ഷെ അവൻ നിങ്ങളുടെ പ്രശ്നത്തെ എടുത്തു മാറ്റില്ലായിരിക്കാം, പക്ഷേ ആ പ്രശ്നത്തെ നേരിടുവാനുള്ള ശക്തി അവൻ നിങ്ങൾക്ക് നൽകും. അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തതയും സമാധാനവും നിറയ്ക്കും. കൊടുങ്കാറ്റിനിടയിലും ശാന്തമായിരിക്കുവാനുള്ള കൃപ അവൻ നിങ്ങൾക്ക് നൽകും. അതാണ് യഥാർത്ഥ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ ജീവിത വഞ്ചി കൊടുങ്കാറ്റിൽ ഉലയുകയാണെങ്കിൽ, ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിന്നെ ഭയപ്പെടുത്തുകയാണെങ്കിൽ, ഈ വചനം ഓർക്കുക. യേശു നിങ്ങളുടെ വഞ്ചിയിൽ ഉറങ്ങുന്നുണ്ട്. അവനെ വിളിച്ചുണർത്തുക. നിങ്ങളുടെ ഭയങ്ങളെ അവനോട് ഏറ്റുപറയുക. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെ ശാന്തമാക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കും. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ദൈവം നമ്മെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.